ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിന് പ്രാദേശിക തലത്തിൽ അടിയന്തര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ ശാക്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഖ്യ അജണ്ടയാവണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറഞ്ചേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. വഴിയോര കച്ചവടങ്ങൾ അവസാനിപ്പിക്കുവാനും ലൈസൻസ്, തൊഴിൽ നികുതി വർധനവ് പിൻവലിച്ചും നിരോധിത പ്ലാസ്റ്റിക്കിന്റെ പേരിൽ കടകളിൽ കയറി ഭീമമായ ഫൈൻ ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പാതയോരങ്ങളിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ട നടപടികൾ അനിവാര്യമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബി കെ നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സത്താർ അമ്പാരത്ത് റിപ്പോർട്ടും ട്രഷറർ നെൽജോ നീലങ്കാവിൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പി പി ഖാലിദ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ നിവിൻ ഇബ്രാഹിം, ഫൈസൽ തവയിൽ, ആരിഫ കുഞ്ഞു മുഹമ്മദ്, ഉസ്മാൻ പന്താവൂർ, സലാഹുദ്ദീൻ, യൂണിറ്റ് ഭാരവാഹികളായ കെ ടി ഉമ്മർ, വിജയൻ കണ്ണത്ത്, വി ബാബു, ഷെരീഫ് സലാല എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അഷ്റഫ് ലെവിനെ പ്രസിഡന്റായും രമേശ് അമ്പാരത്തിനെ സെക്രട്ടറിയായും ഇസ്മായിൽ സിറ്റിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ജില്ലയിലെ 209 യൂണിറ്റുകളിലും ഈ ഒരു നടപടി പൂർത്തീകരിച്ചുകൊണ്ട് ജൂലൈ 1 ജില്ലാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമവുമായിട്ടാണ് മാറഞ്ചേരി യൂണിറ്റിലും ഇന്നിവിടെ യൂണിറ്റ് ജനറൽ ബോഡിയും തൊട്ടു മുൻപ് ശ്രീ നജ്മുദ്ദീൻ്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ 2 വർഷക്കാലത്തെ വളരെ വിശദീകരിച്ചുള്ള റിപ്പോർട്ട് ഞാൻ തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.